കല്യാണം കഴിഞ്ഞാൽ അമ്മയാവണ്ടേ? വേണ്ടേ? ഈ കല്യാണം കഴിഞ്ഞ് അമ്മയാവുന്നതിന് മുമ്പ് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, അതിന് വ്രതനിഷ്ഠ വേണം. എന്ത് വേണം? എന്താണ് ആ വ്രതം? അതിന് പറയാം പയോവ്രതം എന്ന് പറയും. അപ്പൊ ഈ പയോവ്രതം അനുഷ്ഠിക്കണം പെൺകുട്ടികൾ. എന്തിനാണെന്നറിയോ? ഈ വ്രതം അനുഷ്ഠിച്ച് 3 കാര്യങ്ങൾ ഉണ്ടാക്കണം ശരീരത്തിൽ. ഒന്ന് പറയാ അണ്ഡപുഷ്ടി. പറയൂ. രക്തത്തിന് വേണ്ടത്ര ഓക്സിജനും അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലേ, അതിൽ വേറെ വൈറ്റമിനും അതുപോലെ ശരീരത്തിന് വേണ്ടുന്ന മിനറൽസ് ഒക്കെ ഉണ്ടെങ്കിലേ അണ്ഡപുഷ്ടി പറയും, നല്ല അണ്ഡം. പിന്നെ രണ്ടാമത്തത് പറയാ മനഃശുദ്ധി വേണം. എന്താ പറയാ? അണ്ഡപുഷ്ടി അല്ലെങ്കിൽ ശരീരപുഷ്ടി, മനഃശുദ്ധി, കാലം, അനുകൂലമായ കാലം. ഇത് 3 ഉണ്ടെങ്കിലേ സർവശ്രേഷ്ഠനായ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ പറ്റുള്ളൂ. വളരെ ശ്രദ്ധിക്കും ഞാൻ പറയണത്. ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളാവാൻ അതൊരു കാമതൃഷ്ണയിൽ ഉണ്ടായിപ്പോയാൽ എന്തു പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആയിരക്കണക്കിന് സ്പേമുകളാണ് അല്ലെങ്കിൽ ജീവാണുക്കളാണ് ഒരു ഗർഭപാത്രത്തിലേക്ക് കടക്കുന്നത്. ശ്രദ്ധിക്കട്ടോ, ആയിരമല്ല, അതിൽ കൂടുതലാണ്. ഞാനൊരു കണക്ക് പറയുന്നത്. ജീവാണുക്കളാണ് ഒരു അണ്ഡത്തിന്റെ നേരെ അടുക്കുന്നത്. അതിലേത് അണ്ഡത്തെ തെരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ ശരീരപുഷ്ടിയും മനഃശുദ്ധിയും കാലവുമൊക്കെയാണ്. ഇത് തെറ്റിച്ചു കഴിഞ്ഞാൽ എടുക്കുന്നത് ദുർബലമായ ഒന്നിനെയിരിക്കും. അത് ജീവിതം ദുരന്തവുമാക്കും. അപ്പൊ ഈ പലതരത്തിലുള്ള ദുരിതങ്ങൾ കുട്ടികളിൽ നിന്നുണ്ടാവുന്നതിന് കാരണം ഈ അണ്ഡം തെരഞ്ഞെടുക്കുന്ന സ്പേമാണ്. അമ്മയെ കുത്തിക്കൊന്നു, അമ്മയെ ചവിട്ടിക്കൊന്നു, അമ്മയെ മലർത്തി ഇടിച്ച് ശരിയാക്കി എന്നൊക്കെ പറയുന്ന കുട്ടികൾ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ തെരഞ്ഞെടുക്കുന്നത് അണ്ഡമാണ്. ഒരു സ്ത്രീയാണ് കുഞ്ഞിനെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ സ്ത്രീകൾക്ക് ഏകാദശി വ്രതവും സ്ത്രീകൾക്ക് വ്രതങ്ങൾ, ഷഷ്ടി വ്രതമൊക്കെ പറഞ്ഞത്. തിങ്കളാഴ്ചകളിലൊക്കെ വ്രതം എടുക്കുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ ഏത് വ്രതം എടുക്കണം? പയോവ്രതം. അത് ഒന്ന് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. ഒന്നാമത് നിങ്ങൾ നോക്കൂ, പീരീഡ്, മാസം പീരീഡ് വരും. പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിലെ അണ്ഡം റെഡിയാണ് കുഞ്ഞിനെ സ്വീകരിക്കും. അതിന് കുഞ്ഞ് വരാതെ കിട്ടാതെ വരുന്നു, അത് സ്പ്ലിറ്റ് ആവുന്നു, അത് പുറത്തു പോകുന്നു ശരീരത്തിൽ. അതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. ഓരോ പീരീഡ് കഴിയുന്തോറും, പ്രായമാവും തോറും അണ്ഡത്തിന്റെ പുഷ്ടി പ്രായം കൂടുന്തോറും കുറഞ്ഞു വരും. അപ്പോൾ ഓൾറെഡി ദുർബലമായൊരു അണ്ഡം. അതാണ് പഴയ കാലത്തൊക്കെ വേഗത്തിൽ കുട്ടികളെ, നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി വേഗത്തിൽ കുട്ടികളൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കണം. ഇപ്പൊ ആ സമ്പ്രദായം പോയി. മനസ്സിലാവുണ്ടല്ലോ? പണ്ടൊക്കെ പീരീഡ് ആയാൽ തന്നെ നാട്ടുകാരെ മുഴുവൻ അറിയിക്കുന്ന ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? അപ്പൊ എന്തിനാ വെച്ചാൽ നേരത്തെ കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പഴയ കാലത്ത് ഇപ്പൊ നമുക്ക് 10, 26, 27 വയസ്സ് വരെ പഠിക്കണം. എന്നിട്ടാണ് അപ്പോഴേക്കും ഈ അണ്ഡത്തിന്റെ പുഷ്ടി കുറയും. അപ്പൊ അതുകൊണ്ട് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് വ്രതം അനുഷ്ഠിക്കണം? അത് അമ്മമാര് പറഞ്ഞു കൊടുക്കണം പെൺകുട്ടികൾക്ക്. കാരണം ഈ പെൺകുട്ടിയാണ് നാളത്തെ ശ്രേഷ്ഠനായ ഒരു പുത്രന് ജന്മം കൊടുക്കാൻ കഴിവുള്ള അമ്മ. മനസ്സിലാവുണ്ടല്ലോ? നിങ്ങളൊരു നഴ്സറി പോയി ചെടി തെരഞ്ഞെടുക്കുന്ന പോലെയാണ് ഒരു കുഞ്ഞിനെ ബീജത്തിൽ നിന്നും ഒരു നല്ല ബീജത്തെ തെരഞ്ഞെടുക്കുക. അതൊരു സ്ത്രീക്ക് കിട്ടിയ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞത്, സ്ത്രീ എപ്പോഴും സുരക്ഷിതയായിരിക്കണം. ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന വാക്ക് പാവം വിവരദോഷികൾ തെറ്റിദ്ധരിച്ചു. സ്ത്രീ സുരക്ഷിതയായിരിക്കണം എന്ന് പറഞ്ഞാൽ അവളുടെ ആരോഗ്യവും മനസ്സും സുരക്ഷിതമാക്കി വെച്ചില്ലെങ്കിൽ നാളെ കിട്ടുന്നൊരു തലമുറ അപകടം പിടിച്ച തലമുറയിപ്പോ. പറയൂ നിങ്ങൾ. അപ്പൊ നോക്കൂ, ഈ കാലഘട്ടത്തിൽ പണ്ട് ഇത്ര അക്രമം ഉണ്ടായിരുന്നോ? കാരണം പഴയ അമ്മമാർക്ക് അല്പമെങ്കിലും ഒരു വ്രതം ഉണ്ടായിരുന്നു, നിഷ്ഠയുണ്ടായിരുന്നു. അപ്പൊ നല്ല മക്കളെ കിട്ടി, സംസ്കാരമുള്ള മക്കളെ കിട്ടി. ഇന്നിപ്പോ വിദ്യാഭ്യാസം മാത്രം മതി എന്ന് വന്നപ്പോൾ സംസ്കാരം പോയി.
വെറും ബുദ്ധിയിൽ കുറെ അറിവുണ്ട്, മനസ്സിന് സംസ്കാരം, സ്വാർത്ഥതയാണ്. അപ്പൊ സ്വാർത്ഥതയുടെ മക്കളുണ്ടായി. അവരെ അമ്മയെ കുത്തുന്നു, അച്ഛനെ കുത്തുന്നു, പ്രായമായാൽ അമ്മയെ പിടിച്ച് പുറത്താക്കുന്നു. കാണുന്നില്ലേ പത്രത്തിൽ? ആരാ ഉത്തരവാദി? ആരാണ് ഉത്തരവാദി? ഇപ്പൊ നമ്മള് അമ്മമാര് പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒന്നാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അന്ന് വ്രതം അനുഷ്ഠിച്ചിട്ട് കാര്യമില്ല, അതിനു മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ അനുഷ്ഠിക്കണം. വേണോ? ഇനി ആ ഒരു അധ്യായം ഞാൻ പറഞ്ഞുകൊണ്ട് തീർക്കുകയാണേ, അല്ലെങ്കിൽ നമ്മൾ അവിടെ വെക്കേണ്ടി വരും. ഈ 31 അധ്യായം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, വളരെ ഗംഭീരമാണ്. ഗർഭിണിയാവുന്ന അമ്മ 1-ാമത്തെ മാസം തല രൂപപ്പെടുന്നതാണ്. അന്ന് സ്കാനിങ് ഇല്ല, ഇത്രയും ഡീപ്പ് സ്കാനിങ് ഇല്ല. 1-ാമത്തെ മാസം തല രൂപപ്പെടുന്നതാണ്. എങ്ങനെ മനസ്സിലായി? കപിലന് മനസ്സിലായില്ല. 2-ാമത്തെ മാസം കയ്യും കാലും ഒക്കെ വളരും. 3-ാമത്തെ മാസം ലിംഗചിദ്രോദ്ഭവ ത്രിവി, ആണെന്നോ പെണ്ണെന്നോ അറിയാം. ഇന്നിപ്പോ സോണോഗ്രാഫി പറയുന്നത് 90 ദിവസമാണ്. 3 മാസം കഴിയുമ്പം അടുക്കുമ്പോഴേക്കും ആണോ പെണ്ണോ അറിയാനുള്ള സംവിധാനമുണ്ട്. 4-ാമത്തെ മാസമാകുമ്പോഴേക്കും അമ്മയുടെ വയറ് ഉദരത്തിൽ നിന്നും കുട്ടിക്ക് ആംബിളിക്കൽ കോഡ് കണക്ട് ചെയ്യും. 5-ാമത്തെ മാസമാകുമ്പോഴേക്കും കുട്ടി അമ്മയുടെ ശരീരത്തിൽ നിന്നും ആഹാരം സ്വീകരിച്ചു. 6-ാമത്തെ മാസം കുട്ടി കുക്ഷോ ബ്രാഹ്മിതി ദക്ഷിണ. ഇത് വായിച്ചു നോക്കൂ. ഇന്നത്തെ മോഡേൺ ഗൈനക്കോളജിക്ക് നിഷേധിക്കാൻ പറ്റില്ല, എഴുതി വെച്ചിരിക്കുക കപിലൻ. എന്നിട്ടാണ് നമ്മൾ ഭാഗവതത്തിനെ ഒരു അന്തല്ലാതെ കൊണ്ടു നടക്കുന്നത്. ഞാനിതൊക്കെ പറയുമ്പോഴല്ലോ, ഇറ്റ്സ് സച്ച് എ വണ്ടർഫുൾ സയൻസ്. നമുക്ക് പഠിക്കണം. അമ്മമാര് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം അത് കുട്ടികൾക്ക്. 5-ാമത്തെ മാസം മുതൽ ഒരു പെൺകുട്ടി ഗർഭിണികൾ കഴിക്കുന്ന ആഹാരം പറയാണ്: കട്വാമ്ല, ലവണ, അത്യുഷ്ണ, തീഷ്ണ, ഗന്ധ, ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണം കഴിച്ചാൽ, അതായത് ഒരുപാട് എരിവ്, പുളിവ്, ചവർപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണം ആർത്തിയോടുകൂടി കഴിച്ചാൽ, മസാലകള്, ഇതൊക്കെ കുട്ടിക്ക് സർവാംഗോത്തിത വേദനാണ്. കുട്ടിക്ക് അസഹ്യതകൾ ഉണ്ടാക്കും. അപ്പൊ ആ കുട്ടി അസഹ്യത ഉണ്ടാക്കുമ്പോൾ അറിയണം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കോടിൽ പോയി കുരുങ്ങും. അന്ന് പിന്നെ ആ കുട്ടിക്ക് നല്ലൊരു പ്രസവം പ്രസവിക്കാൻ പറ്റില്ല. അപ്പൊ ആഹാരം സൂക്ഷിക്കണം എന്ന് മാത്രമല്ല, ഈ കുട്ടിക്ക് പല രോഗങ്ങളും വരുത്താൻ അമ്മ കഴിക്കുന്ന ആഹാരത്തിലൂടെ വരും. അതുകൊണ്ട് ഈ ഗർഭിണികൾ പഴയ കാലത്ത് അനുഷ്ഠിക്കേണ്ട ചില ആഹാര രീതികളുണ്ട്. ഉണ്ടോ? പറയൂ. പണ്ടൊന്നും ഈ നോൺ വെജ് ഒന്നും ഗർഭിണികൾക്ക് കൊടുക്കുമോ? ആ കുട്ടിയുടെ സ്വഭാവത്തെ അത് ബാധിക്കും. അപ്പൊ ഈ ഗർഭിണികളായിരിക്കുന്ന സമയത്ത് ഇത്യാദി ഭക്ഷണമൊന്നും കഴിക്കരുത്. അപ്പൊ എന്ത് വേണം? അതിന് പറ്റുന്ന ആഹാരം കണ്ടെത്തണം. അല്ലെങ്കിലുള്ള മരുന്നൊക്കെ കഴിച്ച് അനീമിക്കാണ്, അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് അതും കുട്ടിയെ ബാധിക്കും. അപ്പൊ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ആഹാരം ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് അറിയില്ല. അതുപോലെ തന്നെ ചിന്തകളും. ഗർഭിണിയാകുമ്പോൾ ഒരമ്മ കൊണ്ടു നടക്കുന്ന ചിന്ത, ടെൻഷൻ, വിഷമങ്ങള്, വേദനകള്, ഇതൊക്കെ ചിന്തിച്ചാൽ ഇതും ആരെ ബാധിക്കും? കുട്ടിയെ ബാധിക്കും. ആ കുട്ടി ചെറുപ്പത്തിൽ തന്നെ കഴിവുകെട്ട കുട്ടിയായി മാറും. അതുകൊണ്ട് ഗർഭിണിയാവുക എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല. അതിന് ചില നല്ല അന്തരീക്ഷത്തിൽ വളരണം. വേണ്ടേ? അതിനാണ് ഈ ഗർഭിണികളോട് ഭാഗവതം കേൾക്കാൻ പറഞ്ഞത്. അമ്മമാരോട് പണ്ട് ഗർഭിണികൾക്ക് രാമായണവും ഭാഗവതമൊക്കെ കേൾപ്പിക്കണം എന്ന് പറഞ്ഞു കൊടുത്തത്. ഇന്നതൊക്കെ ഉണ്ടോ? അനുഭവിക്കുന്നതാണെന്ന്. ഇന്ന് മക്കളിലൂടെ ദുരിതം അനുഭവിക്കുന്ന അമ്മമാരാണ്. എല്ലാം ഹൈപ്പറാണ്, അതാണ് ഇതാണ്. നോക്കൂ, പണ്ട് നിങ്ങൾക്കൊക്കെ ചെലവഴിച്ചതിന്റെ 3 ഇരട്ടി പൈസ എന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസം ചെലവഴിക്കുന്നത്. ഉണ്ടോ? പറയൂ. എന്നിട്ടും സ്നേഹമുണ്ടോ? എന്നിട്ടും വല്ല നന്ദിയുണ്ടോ? എന്തെങ്ങനെയാ നിങ്ങൾ അങ്ങനെയാ പ്രസവിച്ചത്? നിങ്ങൾ എങ്ങനെയാ വളർത്തിയത്? ഇപ്പൊ നമ്മൾ കൊടുത്തതേ താൻ നിരന്തരം ചെയ്യുന്നതേ തനിക്ക് കിട്ടുള്ളൂ. കപിലൻ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഈ വിഷയങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കപിലൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. അപ്പൊ കപിലൻ പറയുന്ന ഒരു കാര്യം എന്താണ്? നമ്മളൊരു കുട്ടിയുടെ തലയാണ് ആദ്യം വളരുന്നത്. അമ്മയുടെ ശരീരത്തിൽ ആദ്യത്തെ സെല്ല് രൂപപ്പെടുന്നത് ഏതാണ്? നമ്മുടെ തലയെ രൂപപ്പെട്ടത്. എന്തിനാണ് ഈ തല രൂപപ്പെട്ടത്? തലയുടെ നടുക്കൊരു സുഷിരമുണ്ട്. ഇതിന്റെ പേര് ബ്രഹ്മരന്ധ്രം എന്ന് പറയും. ഏതാണ്?
ഇതിനകത്തുകൂടിയാണ് പ്രാണൻ അകത്തേക്ക് കയറുന്നത്. പ്രാണൻ എന്ന് പറഞ്ഞാൽ പ്രാണൻ ആരെയും കൂടാ പോയത്? ശരീരം വിടുമ്പോൾ പ്രാണൻ ആരെയും കൂടാ പോയത്? നേരത്തെ പറഞ്ഞില്ലേ, മനസ്സിനെയാണ് കൊണ്ടുപോയത്. പ്രാണൻ കൊണ്ടുപോയത് ആരെയാണ്? മനസ്സിനെ. ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും ആരെയാണ്? മനസ്സിനെ. അങ്ങനെ പ്രാണൻ കൊണ്ടുവരുന്നു. അതിനുശേഷം ആ വ്യക്തി ആ ശരീരത്തിലൂടെ ഒരു പുതിയ വ്യക്തി എന്ന പോലെ ജീവിതം ആരംഭിക്കണം. എന്നാൽ ആ മനസ്സ് പുതിയ വ്യക്തിയാണോ? ആണോ? നിങ്ങൾ പുതിയ മൊബൈലിൽ പഴയ സിം ഇട്ട് കഴിഞ്ഞാൽ ആ മൊബൈലേ പുതിയതുള്ളൂ, സിമ്മോ? ഇതുപോലെ വന്ന മനസ്സ് പഴയതാണ്. ഈ അറിവുകളൊക്കെ ഭാഗവതത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ആണോ? 31 അധ്യായം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ പഠിക്കേണ്ടതല്ലേ? വേണോ? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണോ? വേണോ? ഇതൊക്കെ പഠിക്കണം നമ്മൾ. ഇതൊക്കെയാണ് ഭാഗവതം. അല്ലാതെ കഥയും കേട്ട് പോവരുത്.